ഹലോ നമസ്കാരം. കാതോർക്കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോയിലേക്ക് പോകാം. പല ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളും പുറത്തിറങ്ങുമ്പോൾ അത് വിജയിച്ച ഏതെങ്കിലും സിനിമകളുടെ തുടർച്ചയാവുമ്പോൾ പ്രേക്ഷകരിൽ ഉണ്ടാക്കുന്നത് വലിയ പ്രതീക്ഷകളാണ്. പക്ഷേ ആ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ അവയിൽ പലതിനും സാധിക്കാറുമില്ല. ഇപ്പറഞ്ഞതിന് ഒരു അപവാദമാണ് ഋഷഭ് ഷെട്ടി തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് നായകനായി എത്തിയ കാന്താര ചാപ്റ്റർ 1 ലെജൻഡ്. ഹൈപ്പിനൊത്ത എന്നല്ല, ഹൈപ്പിനും അപ്പുറം എന്നാണ് ചിത്രത്തെക്കുറിച്ച് പ്രാഥമികമായി പറയേണ്ടത്. കാന്താര എന്ന ആദ്യ ചിത്രത്തിന്റെ ചുവട് പിടിച്ച് ഋഷഭ് ഷെട്ടി ഒരുക്കിയ ദൃശ്യവിസ്മയമാണ് ചാപ്റ്റർ 1. ബാംഗ്ര എന്ന സമ്പന്ന നാട്ടുരാജ്യം പല യുദ്ധങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് എത്തിപ്പിടിക്കാനാവാത്ത ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. കാന്താര എന്ന അന്നാട്ടുകാർ ഭയത്തോടെ വിശേഷിപ്പിക്കുന്ന ഘോരവനവും അവിടുത്തെ അമൂല്യമായ സമ്പത്തും ദൈവിക ശക്തിയും. കാന്താരയെ സ്വന്തമാക്കാൻ ശ്രമിച്ചവർക്കെല്ലാം പരാജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പുറം ലോകവുമായി ബന്ധപ്പെടാതെ കഴിയുന്ന ഒരു ജനവിഭാഗമാണ് ഇവിടെയുള്ളത്. ഇവിടെ നിന്നുമുള്ള ഒരു സംഘം ആളുകൾക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കാട് വിട്ട് ബാംഗ്രയിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്നു. തുടർന്ന് നടക്കുന്ന സംഘർഷഭരിതമായ സംഭവവികാസങ്ങളാണ് കാന്താര ചാപ്റ്റർ 1 ലെജൻഡ്. ഒരു തരത്തിൽ നോക്കിയാൽ പരിസ്ഥിതിക്ക് നേരെയുള്ള ആക്രമണങ്ങളും അതിനെ ചെറുക്കാനുള്ള ശ്രമങ്ങളുമാണ് ചിത്രമെന്ന് കാണാനാവും. ബർമ എന്ന യുവാവിന്റെ കാടിന്റെ സംരക്ഷകനായ നേതാവിലേക്കുള്ള പരിണാമവും ചിത്രം കാണിച്ചു തരുന്നു. നേതാവിൽ നിന്ന് വിപ്ലവകാരിയിലേക്കും സംരക്ഷകൻ എന്ന തരത്തിലേക്കും ബർമ എന്ന കഥാപാത്രം ഉയരുന്നുണ്ട്. കഴിഞ്ഞ ചിത്രവുമായി ചിത്രത്തിനുള്ള പ്രാഥമികമായ ബന്ധം കാന്താര എന്ന കാടും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിശ്വാസങ്ങളുമാണ്. ആദ്യ ഭാഗം കാണാത്തവർക്കും ആസ്വദിക്കാവുന്ന തരത്തിലാണ് ഋഷഭ് ഷെട്ടിയും കൂട്ടരും ഈ പതിപ്പ് ഒരുക്കിയിരിക്കുന്നത്. അഭിനേതാക്കളുടെ പ്രകടനത്തിലേക്ക് വരുന്നതിന് മുൻപ് ചിത്രത്തിന്റെ സാങ്കേതിക പ്രവർത്തകരെ പറ്റി പറയണം. അവർക്ക് നിറഞ്ഞ കയ്യടി നൽകിക്കൊണ്ട് ഛായാഗ്രഹണം മുതൽ പറഞ്ഞു തുടങ്ങാം. ആദ്യ ഭാഗം പകർത്തിയ അരവിന്ദ് കശ്യപ് തന്നെയാണ് ഇത്തവണയും ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കഥ നടക്കുന്ന കാടിനുള്ളിലേക്ക് പ്രേക്ഷകനെയും കൂട്ടിക്കൊണ്ടു പോകുന്ന രീതിയിലാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. ആദ്യ ഭാഗത്തേക്കാൾ ഇരട്ടി ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് ഓരോ രംഗവും. ബംഗ്ലാന്റെ പ്രൊഡക്ഷൻ ഡിസൈനിങ്ങും കയ്യടി അർഹിക്കുന്നു. ബാംഗ്ര എന്ന നാട്ടുരാജ്യവും കാന്താര എന്ന കാടും അവയുടെ എല്ലാ പ്രൗഢിയോടു കൂടി ആസ്വാദകന്റെ മുന്നിൽ എത്തിക്കുന്നതിൽ ചില്ലറ അധ്വാനമൊന്നും ആയിരിക്കില്ല അദ്ദേഹവും ടീമും നടത്തിയിരിക്കുക. അജനീഷ് ലോക്നാഥ് തന്നെയാണ് സംഗീത വിഭാഗവും. കാന്താര എന്ന് കേൾക്കുമ്പോൾ ഒരു സിനിമാ പ്രേമിയുടെ മനസ്സിലേക്ക് വരുന്ന ചില രംഗങ്ങളുണ്ട്. അവയുടെ അങ്ങേയറ്റമാണ് പശ്ചാത്തല സംഗീതത്തിലൂടെ അജനീഷ് ചെയ്തു വെച്ചിരിക്കുന്നത്. റാം ലക്ഷ്മൺ, അർജുൻ രാജ്, മഹേഷ് മാത്യു തുടങ്ങിയവരുടെ നേതൃത്വത്തിലൊരുക്കിയ സംഘടന രംഗങ്ങളും പാൻ ഇന്ത്യൻ ഫാന്റസി ചിത്രത്തിന് യോജിക്കുന്നതായിരുന്നു. ഗ്രാഫിക്സ് രംഗങ്ങളും കണ്ട് അമ്പരന്നു നിൽക്കാം. ഇനി താരപ്രകടനങ്ങളിലേക്ക്. സംവിധായകനായും നായകനായും നിറഞ്ഞാടുകയാണ് ഋഷഭ് ഷെട്ടി. ആദ്യ ഭാഗത്തിന്റെ ക്ലൈമാക്സിൽ പ്രേക്ഷകർ കണ്ട് ഞെട്ടിയതെന്താണോ അതിന്റെ ഇരട്ടിയിലേറെയാണ് ചില രംഗങ്ങൾ കൂടി അദ്ദേഹം നൽകിയിരിക്കുന്നത്. ചില രംഗങ്ങൾ കണ്ടാൽ ഈ രംഗങ്ങളെല്ലാം എങ്ങനെയാണ് ഒരാൾ ചിന്തിച്ചുകൂട്ടി തിരക്കഥയായി എഴുതി വെക്കുക എന്നും തോന്നും. മറ്റു ചില രംഗങ്ങൾ കണ്ടാൽ ചിത്രത്തിന്റെ ആദ്യ ഭാഗം എത്ര ചെറിയ സിനിമയാണെന്നും തോന്നും. ഒരു നായക നടൻ തന്നെ സംവിധായകനായാൽ ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും അങ്ങേയറ്റം എന്നേ ഋഷഭ് ഷെട്ടിയെ വിശേഷിപ്പിക്കാനാവും. ഒരു സംവിധായകന് തന്റെ ഇഷ്ടവിഷയം കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യാനാവും എന്ന് കാണിച്ചു തരുന്നുണ്ട് അദ്ദേഹം. ജയറാമിന്റെയും നായികയായ രുക്മിണി വസന്തിന്റെയുമാണ് ഞെട്ടിച്ച രണ്ട് മറ്റു പ്രകടനങ്ങൾ. കഥാപാത്രത്തിന് സംഭവിക്കുന്ന വികാസങ്ങളിൽ നായകനായ ഋഷഭിന്റെ കഥാപാത്രത്തിന് മുകളിൽ നിൽക്കുന്നുണ്ട് ഇവർ അവതരിപ്പിച്ച കഥാപാത്രങ്ങൾ. ഇരുവരുടെയും കഥാപാത്രങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ അതിശോക്തിയല്ല. പ്രധാനമായ മറ്റൊരു കഥാപാത്രം ഗുൽഷൻ ദേവയ്യ അവതരിപ്പിച്ച കുലശേഖര രാജാവാണ്. അത്രമേൽ ധൂർത്തനും മദ്യപാനിയും ദുഷ്ടനുമായ കുലശേഖരൻ ഗുൽഷന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. ഹൈപ്പിനൊത്ത് എങ്ങനെ സിനിമ ചെയ്യണമെന്ന് പാൻ ഇന്ത്യൻ സിനിമകൾ ഒരുക്കുന്നവർക്കും ഒരുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പാഠപുസ്തകമാക്കാവുന്ന ചിത്രമാണ് കാന്താര 2. ദൃശ്യവിസ്മയം എന്നത് ഏറ്റവും ചുരുങ്ങിയ വിശേഷണമാണ് കാന്താരയ്ക്ക്. ഓരോ സീനിലും രോമാഞ്ചം വരുന്ന ഒരു സിനിമയ്ക്കായാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനുള്ള ഉത്തരമാണ് കാന്താര ചാപ്റ്റർ 1.